morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. Solve the Cauchy-Euler differential equation. X square d square minus 3xd plus 10 of y is equal to 0. ഇത് ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KT ചോദിച്ചത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഈ Cauchy-Euler differential equation എന്താണെന്ന് അറിഞ്ഞിരിക്കണം. Cauchy-Euler differential equation സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? a0 x square by double dash. a0 first time a0 x square by double dash plus a1 x y dash. a1 x y dash plus a2 y is equal to a2y. ഇതാണ് Cauchy-Euler differential equationന്റെ ജനറൽ ഫോം. ആ സെക്കൻഡ് ഓർഡർ differential equation ജനറൽ ഫോം എന്താണ്? a0 x square by double dash a1 x y dash plus a2y is equal to 0. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ ഈ ഫോമിലോട്ട് നമ്മൾ കൺവെർട്ട് ചെയ്യും. അതിന് എന്ത് ചെയ്യണം? ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ x square d square y minus 3x dy plus 10y is equal to 0. നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം എന്ത് കിട്ടും? x square d square y കിട്ടും minus 3x dy കിട്ടും plus 10y is equal to 0. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x square y double dash. d square y എന്ന് പറഞ്ഞാൽ എന്താണ്? d square y എന്ന് പറഞ്ഞാൽ y double dash ആണ് minus 3x y dash plus 10y is equal to 0. നമുക്ക് കിട്ടുന്ന സെക്കൻഡ് ഓർഡർ Cauchy-Euler differential equation ആണ്. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ x square y double dashന്റെ കോഎഫിഷ്യന്റ് എന്താണ്? അപ്പോൾ a0 എന്താണ്? ഇനി ഈ x y dashന്റെ കോഎഫിഷ്യന്റ് എന്താണ്? -3. therefore a1 is equal to -3. ഈ y യുടെ കോഎഫിഷ്യന്റ് എന്താണ്? 10. അവിടെ എന്താണ്? a2 is equal to 10. അങ്ങനെ നമ്മൾ a0 ഉം a1 ഉം a2 ഉം കണ്ടുപിടിച്ചു. അപ്പോൾ ജനറൽ ഫോം ഓഫ് എ Cauchy-Euler differential equation ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ x square y double dashന്റെ കോഎഫിഷ്യന്റ് ആണ് a0, x y dashന്റെ കോഎഫിഷ്യന്റ് ആണ് a1, y യുടെ കോഎഫിഷ്യന്റ് ആണ് a2. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതാനുള്ള ഫോർമുല എന്താണ്? അത് ഓർത്തിരിക്കുക. a0 m square plus a1 minus a0 into m. a1 minus a0 into m plus a2 is equal to 0. ഇതാണ് Cauchy-Euler differential equationന്റെ ഓക്സിലറി ഇക്വേഷൻ. ഇതിൽ a0 നും a1 നും a2 നും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഫസ്റ്റ് a0 ആണ്. a0 നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ m സ്ക്വയർ കിട്ടും. അടുത്ത എന്താണ്? ഇവിടെ a1 ന് നമ്മൾ -3 കൊടുക്കുമ്പോൾ -3, a0 ന് -1 into m plus a2 എത്രയാണ്? a2 is equal to 10 is equal to 0. That is equal to m square minus 4m plus 10 is equal to 0. m square minus 4m plus 10 is equal to 0. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ m ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് m. m ന്റെ വാല്യൂ എത്രയാണ്? -b. അപ്പോൾ 4 plus or minus root of b square 16 b square minus 4ac 4. അപ്പോൾ നമുക്ക് ഡിവൈഡഡ് ബൈ എന്താണ്? 2a. അപ്പോൾ 4 plus or minus root of 16 minus 40 divided by 2. ഇനി 16 minus 40 എത്രയാണ്? 16 minus 40 എന്ന് പറയുന്നത് 4 plus or minus 24 divided minus 24 divided by 2. That is equal to 4 plus or minus root of -24. root of -24 നമുക്ക് എങ്ങനെ എഴുതാം? root of -24 നമുക്ക് 6 into 4 എഴുതാം. root of 6 into 4 divided by 2. That is equal to 4 plus or minus 4 റൂട്ട് പുറത്തേക്ക് ഇടുന്നു 2 into root of -6 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 root 6 into 9 divided by 2. അപ്പോൾ വെട്ടിക്കളഞ്ഞ് നമുക്ക് എന്ത് കിട്ടും? 2 plus or minus root 6i. അപ്പോൾ നമുക്ക് കിട്ടുന്ന റൂട്ട്സ് എന്താണ്? രണ്ട് ഇമേജിനറി റൂട്ട്സ് ആണ് കിട്ടുന്നത്. ഇമേജിനറി റൂട്ട്സ് ഏതൊക്കെയാണ്? 2 plus or minus root 6i. 2 plus root 6i യും 2 minus root 6i യും ആണ്. അപ്പോൾ റൂട്ട്സ് ആർ ഇൻ ദ ഫോം ഓഫ് ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ. റൂട്ട്സ് ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ആണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എഴുതാനുള്ള ഫോർമുല
roots are in the form of alpha plus or minus I beta. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ സൊല്യൂഷൻ എഴുതാനുള്ള ഫോർമുലയുണ്ട്. ആ ഫോർമുല നമ്മൾ പഠിച്ചു വെക്കണം. റൂട്ട്സ് ആർ ഇൻ ദ ഫോം ഓഫ് ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ആണെങ്കിൽ നമുക്ക് സൊല്യൂഷൻ എഴുതാനുള്ള ഫോർമുല y is equal to എന്താണ് ഫോർമുല x raised to alpha c1 cos beta x plus c2 sin beta x. ഇതാണ് ഫോർമുല. ഈ ഫോർമുല നിങ്ങൾ ഓർത്തു വെക്കുക. എന്താണ് ഫോർമുല? x raised to alpha into c1 cos beta x plus c1 beta cos ഫോർമുല എഴുതാം. അതായത് x raised to alpha into c1 cos beta ln x plus c2 sin beta ln x. ഇതാണ് ഫോർമുല. ആൽഫ ഇൻ ദ ഫോം ഓഫ് ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ. ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ആണെങ്കിൽ y കാണാനുള്ള ഫോർമുല x raised to alpha റിയൽ പാർട്ട് ആണ് x raised to alpha into ബ്രാക്കറ്റിലെ c1 cos beta ln x plus c2 sin beta ln x. നമ്മുടെ ഈ പ്രോബ്ലത്തിലെ ആൽഫ എന്താണ്? ആൽഫ എന്ന് പറയുന്നത് 2 ആണ്. ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? √6 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y യുടെ ആൻസർ നമുക്ക് എന്ത് കിട്ടും? x raised to 2 ഉണ്ട്. ഇവിടെ ആൽഫയുടെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? 2 കൊടുത്തു. x raised to 2 into c1 cos beta. ബീറ്റയുടെ വാല്യൂ എന്ത് കൊടുക്കാം? beta is equal to ബീറ്റയുടെ വാല്യൂ നമുക്ക് √6 ln x plus c2 sin √6 ln x. അപ്പോൾ നമ്മുടെ ആൻസർ ഫൈനൽ ആൻസർ എന്താണ്? x square c1 cos √6 into ln x plus c2 sin √6 into ln x എന്നാണ് നമുക്ക് ഫൈനലായിട്ട് ആൻസർ കിട്ടുക. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമ്മൾ കോഷീസ് ഓയിലർ ഡിഫറൻഷിഫിക്കേഷൻ ആണ്. കോഷീസ് ഓയിലർ ഡിഫറൻഷിഫിക്കേഷന്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ ജനറൽ ഫോം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോം അറിഞ്ഞിരിക്കണം. എന്താണ് സ്റ്റാൻഡേർഡ് ഫോം? a0x² plus a1xy plus a2y is equal to 0. ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റിനെ ആ രൂപത്തിലേക്ക് നമ്മൾ കൺവെർട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? x² d² y minus 3x dy plus 10y is equal to 0 എന്ന് കിട്ടുന്നു. d² y എന്ന് പറഞ്ഞാൽ എന്താണ്? y ഡബിൾ ഡാഷ് ആണ്. dy എന്ന് പറഞ്ഞാൽ എന്താണ്? y ഡാഷ് ആണ്. പ്ലസ് 10y is equal to 0. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ തന്നിരിക്കുന്ന ഇക്വേഷനും സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് a0ന്റെ വാല്യൂ എന്ത് കിട്ടും? 1. x² y ഡബിൾ ഡാഷിന്റെ കോഎഫിഷ്യന്റ് ആണ് 1. അപ്പൊ a0 is equal to 1 കിട്ടി. x y ഡാഷിന്റെ കോഎഫിഷ്യന്റ് ആണ് a1. അപ്പൊ a1 നമുക്ക് എത്ര കിട്ടി? -3 കിട്ടി. a2 എന്താണ്? a2y y യുടെ കോഎഫിഷ്യന്റ് ആണ് a2. അപ്പൊ a2 is equal to 10 കിട്ടി. അപ്പൊ a0 നമുക്ക് കിട്ടി, a1 നമുക്ക് കിട്ടി, a2 നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എഴുതണം. ഓക്സിലറി ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. ഓക്സിലറി ഇക്വേഷൻ എന്താണ്? a0m² പ്ലസ് a1 മൈനസ് a0 into m. ആദ്യത്തെ a0m² പ്ലസ് a1 മൈനസ് a0 into m പ്ലസ് a2 is equal to 0. ഇതാണ് ഓക്സിലറി ഇക്വേഷൻ. ആ ഓക്സിലറി ഇക്വേഷനിലെ a0ന്റെ വാല്യൂ, a1ന്റെ വാല്യൂ, a2ന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് m² പ്ലസ് -3 -1 into m പ്ലസ് 10 is equal to 0. അത് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. m² - 4m പ്ലസ് 10. m² - 4m പ്ലസ് 10 എന്നൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എമ്മിന്റെ വാല്യൂ എന്താ കിട്ടുന്നത്? എമ്മിന്റെ വാല്യൂ ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ഫോമിൽ കിട്ടും. 2 + or - √6 into i. 2 + or - √6 into i. ഇവിടെ ആൽഫ എന്താണ്? 2 ആണ്. ബീറ്റ എന്താണ്? √6 ആണ്. അപ്പൊ ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ഫോമിലാണ് എങ്കിൽ, ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ആണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എഴുതാനുള്ള ഫോർമുല എന്താണ്? y is equal to x raised to alpha ബ്രാക്കറ്റ് ഇട്ടിട്ട് c1 cos beta ln x plus c2 sin beta ln x. ഇതിലെ ഈ ആൽഫയ്ക്കും ബീറ്റയ്ക്കും പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ആൽഫയ്ക്ക് പകരം 2 കൊടുക്കുക, ബീറ്റയ്ക്ക് പകരം √6 കൊടുക്കുക. therefore the general solution y is equal to x square c1 cos √6 into ln x plus c2 into sin √6 into ln x. ഇങ്ങനെയാണ് കോഷീസ് ഓയിലർ ഡിഫറൻഷിഫിക്കേഷൻ സോൾവ് ചെയ്ത് അതിന്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുക.
ഇത് ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചത്. 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ജൂൺ 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ.